പലരും എന്റെ കുഞ്ഞു ഷോപ്പിൽ വന്ന് ഷേക്ക് കുടിക്കുന്ന ടൈമിൽ നോക്കാറുണ്ട് ഈ സമയത്ത് വല്ല പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് ഒരു ഓഫീസിൽ ഇരുന്നു. അതുപോലെ പലരും എന്നെ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കും. ഇന്ന് എന്റെ സ്പെഷ്യൽ ദിവസമാണ്. KTU യൂണിവേഴ്സിറ്റിയിലെ BHMCT ഡിഗ്രി 4 വർഷം നമുക്ക് കംപ്ലീറ്റ് ആക്കി ഗ്രാജുവേഷൻ ആണ് ഇന്ന്. എനിക്ക് ഡിഗ്രി പ്ലസ് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ഞാൻ എടുത്ത കോഴ്സ്. വഴിയെ തന്നെ ഇതിന്റെ വിശേഷം ഞാൻ അപ്പോൾ പറയാം. രാവിലെ തന്നെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ എണീച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ഒരു കുളി പാസ്സാക്കി. ഇതാണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഇന്നത്തെ ഡ്രസ്സ്. ഡ്രസ്സിംഗ് സെൻസ് എനിക്ക് വന്നു തുടങ്ങിയ ദുബായ് പോയിട്ട് വന്നപ്പോഴാണ്. കുറെ ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ദുബായ് പോയിട്ട് വന്നപ്പോൾ. നേരെ ഞാനും അമ്മ ഇറങ്ങി. എന്റെ സ്പ്ലെൻഡറിൽ ഞാൻ എപ്പോഴും ഫുൾ ടാങ്ക് ആണ് അടിക്കുന്നത്. അങ്ങനെ നേരെ നമ്മളെ കോളേജ് എത്തി. ഗ്രാജുവേഷന് വരാൻ കാണാൻ തന്നെ എന്റെ അമ്മയ്ക്ക് ഈ സെറമണിയൊക്കെ ഭയങ്കര ഇഷ്ടം. അമ്മയുടെ ആഗ്രഹം എന്നിലൂടെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ഉണ്ട്, ഏകദേശം 300 പേര്. എല്ലാവരുടെ പേരൻസ് കാണാൻ വേണ്ടിയിട്ടും വന്നു. ഇന്ന് നേരെ നമ്മുടെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറി. ചെയറൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിരുന്നു. നമ്മളെ BHMCT BHMCT സെക്ഷനിലാണ് ഇരുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ട് പരിപാടി തുടങ്ങി. അപ്പോൾ എന്നെയും വിളിച്ചു. KTU യൂണിവേഴ്സിറ്റി BHMCT 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സാധാ ഡിഗ്രി അല്ല, ഇതിന്റെ കൂടെ നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റും പഠിച്ചു. നിങ്ങൾ വിചാരിക്കും ഹോട്ടൽ മാനേജ്മെന്റ് ഭയങ്കര എളുപ്പമല്ലേ, നിങ്ങളൊന്ന് പഠിക്കാൻ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെമ്മിൽ ഒറ്റ സപ്ലൈയിലും ഇല്ലാതെ നമ്മൾ പാസ്സായി. മാത്രമല്ല നമ്മളെ ക്ലാസ്സിലെ ഒത്തിരി പേര് പറഞ്ഞവരടുത്ത് ഒറ്റ കാര്യമുള്ളൂ, പുറമെ ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുക. ഷോപ്പിൽ വന്ന് പുച്ഛിച്ച് പോകുന്നവരും ജഡ്ജ് ചെയ്യുന്നവരും ജസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ കാണിക്കാവൂ കേട്ടോ. എന്റെ അമ്മയുടെ സന്തോഷം എന്ന് വെച്ചാൽ അറ്റ് പീക്ക് ലെവലായിരുന്നു. ഇതിൽ നിന്ന് ഒരു വലിയൊരു കാര്യമുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇറ്റാലിയൻ റെസ്റ്റോറന്റിൽ ഞാൻ ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉമ്മ ആർക്കും ആ ഒരു ഹോട്ടലിൽ കിട്ടത്തില്ല. ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ ആ ഒരു ക്വാളിഫിക്കേഷനും വേണം. ഈ ഒരു ഷോപ്പിലെ വ്ളോഗ്സിലെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമ്മൾ ജീവിക്കും. പറയണമാരൊന്നും അല്ല നമുക്ക് ചെലവിന് തരണം. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഈ ഒരു തൊപ്പി വെക്കാൻ. അങ്ങനെ അമ്മയ്ക്ക് തൊപ്പിയും വെച്ച് കൊടുത്തു. നമ്മുടെ സാറുമാരായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു. 4 വർഷത്തെ ക്ലാസ് ടീച്ചറാണ് ഈ കാണുന്നത് നമ്മുടെ സാർ. ടൈമിലൊക്കെ പഠിച്ച സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പുള്ളി. പോയപ്പോഴാണ് അതിന്റെ റീസൺ ഒക്കെ അറിഞ്ഞത്. ഇതാണ് നമുക്ക് പഠിപ്പിക്കാനുള്ള 2 മിസ്സുമാരാണ് നമ്മുടെ പിള്ളേരോടെ കട്ടക്കി നിൽക്കുന്ന നമ്മളെ ഒരു ജെമ്മ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാർ ഭയങ്കര സ്നേഹമാണ് പിള്ളേരോട് എല്ലാവരോടും. ഈ സാർ നേരെ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങി. നാളെ 1 മണിക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഓക്കെ ബൈ.